ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പകലിൽ ജീവിക്കുന്ന വിശ്വാസിയുടെ ജീവിതത്തിൽ രണ്ട് സ്വഭാവങ്ങളുണ്ട്. പകലിലെ ജീവിതം രണ്ട് സ്വഭാവങ്ങളുണ്ട്. ഒന്ന്, മറ്റാർക്കും ശല്യമില്ലാത്ത ജീവിതം. അതാണ് ഇന്നലെ പറഞ്ഞത്, അംശൂന അലൽ അർളി ഹൗനാ, സ്വന്തം ശരീരം കൊണ്ട് മറ്റൊരാൾക്കും ശല്യം വരുത്താതെ വിനയത്തോടെ ജീവിക്കുക. രണ്ടാമത്തത്, മറ്റുള്ളവരുടെ ശല്യം സഹിക്കാനുള്ള കഴിവ്. അതാണ് വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. ഖാലിഖായ റബ്ബിനെ വിചാരിച്ച് അവന്റെ പടപ്പുകളോട് അടിമകളോടുകൂടെ പകലിൽ അവരിങ്ങനെ ജീവിക്കുമ്പോ ഇനി രാത്രി അവരുടെ ജീവിതത്തിന്റെ ഭംഗി അറിയണ്ടേ? രാത്രി അല്ലാഹ് സ്വീകരിച്ച ആളുകളുടെ ജീവിതത്തിന്റെ ഭംഗി അറിയണ്ടേ? അവര് ഖാലിഖായ റബ്ബിന്റെ ഖിദ്മത്തിൽ രാത്രി സമയം കളയുന്നു. അതാണ് അല്ലാഹു പറഞ്ഞത്, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. അല്ലാഹ് സ്വീകരിക്കുന്ന അടിമകൾ, അല്ലാഹു പൊരുത്തപ്പെട്ട മഹാന്മാർ രാത്രി സമയം അവര് മുതലാക്കുകയാണ്. രാത്രി സമയം മുതലാക്കുന്നിടത്ത് രാത്രി മുഴുവനായും മുതലാക്കിയ ആളുകളുണ്ട്. യബീതൂന ലിറബ്ബിഹിം, അവരെ റബ്ബിന് വേണ്ടി അവര് രാപ്പാർക്കും. രാപ്പാർക്കാന്ന് പറഞ്ഞാൽ ഉറങ്ങാതെ നിൽക്കാന്നാണ്, ഇബാദത്തുമായിട്ട് ശുഗലാകാന്നാണ്. അയ്യകൂനു ഫീ ലയാലിഹിം മുസല്ലീന, അവരെ രാത്രികളിൽ നിസ്കാരവും പ്രാർത്ഥനയും ഇബാദത്തുമായി കഴിച്ചുകൂട്ടും. സുജ്ജദൻ വഖിയാമാ. സഹോദരന്മാരെ, ഇതില് രാത്രി മുഴുവനും ഹയാത്താക്കുന്നവരുണ്ട്, ഭാഗികമായി ഹയാത്താക്കുന്നവരുണ്ട്, കുറച്ചു ഭാഗമെങ്കിലും അതിനുവേണ്ടി നീക്കി വെക്കുന്നവരുണ്ട്. നമ്മളും അത്തരത്തിലാകണം. അതിനാണ് നമ്മൾ നേരത്തെ പരിപാടി തുടങ്ങിയിട്ട് നേരത്തെ നിർത്തുന്നത്. ആർക്കും ക്ഷീണം വരാതെക്കാനാണ്, മതിയായ ഉറക്കൊക്കെ കിട്ടാനാണ്, സുബഹിയാകുന്നതിന്റെ മുമ്പ് തന്നെ എണീറ്റ് നിസ്കരിക്കാനാണ്. രാത്രിയിൽ അവരെ നിസ്കാരം ഇങ്ങനെ കണ്ടാൽ, അള്ളാഹു സ്വീകരിച്ച മഹാന്മാരെ നിസ്കാരം ഇങ്ങനെ കണ്ടാൽ അതുപോലെ ജീവിക്കാൻ തോന്നും. രാത്രി തീരെ ജനങ്ങളടുത്തേക്ക് ഇറങ്ങി വരാത്ത ഭരണാധികാരികളുണ്ട്. രാത്രി വാതിൽ മുട്ടിയാൽ തുറക്കൂല, എന്ത് കേസ് വന്നു ചോദിച്ചാലും പറഞ്ഞെടുക്കൂല. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് മഹാനവർകളെ ഹിംസിന്റെ ഗവർണറായി അയച്ച മഹാനാണ് ബഹുമാനപ്പെട്ട സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു. വലിയ പണ്ഡിതനാണ്, വലിയ സ്വഹാബിയാണ്. സഈദ് ബിൻ ആമിർ റളിയല്ലാഹുവിനെ പറ്റിയിട്ട് പ്രജകൾ ഖലീഫയോട് പരാതി പറഞ്ഞു. പരാതിന്റെ കൂട്ടത്തിൽ ഒരു പരാതിയാണ്, ഞങ്ങൾ ആര് രാത്രി ചെന്ന് വാതിൽ മുട്ടിയാലും തുറക്കൂല. പകല് ഞങ്ങളെ കാര്യങ്ങളിലൊക്കെ ഏർപ്പാടും ഞങ്ങളെ വിഷയങ്ങളൊക്കെ ഏർപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടതൊക്കെ പരിഹരിച്ച് ഉത്തരവൊക്കെ ഇട്ട് സഹായങ്ങളൊക്കെ ബൈത്തുൽ മാലിന് തന്ന് ഞങ്ങളെ വിഷയങ്ങൾക്കൊക്കെ നിന്ന് വരും. പക്ഷെ രാത്രി. അപ്പൊ സഈദ് ബിൻ ആമിർ റളിയല്ലാഹുവിനോട് ഉമർ റളിയല്ലാഹു ചോദിച്ചു, അതെന്തേ അങ്ങനെ? സഈദ് റളിയല്ലാഹുവിനോട് ആരും ഇത് അറിയരുത് എന്ന് ഞാൻ കരുതിയതാണ്, പക്ഷെ ഇപ്പൊ ജനങ്ങൾ പറഞ്ഞുകൊണ്ട് പറയാതിരിക്കാൻ പറ്റൂലല്ലോ, ഞാൻ പറയട്ടെ. എന്റെ പകല് ഞാൻ മുഴുവനും അവരോടൊപ്പം നീക്കി, രാത്രി സമയമാണെങ്കിലോ ഖാലിഖായ റബ്ബിലേക്ക് തിരിച്ചതാണ്, കിടന്നുറങ്ങിയതല്ല. റളിയല്ലാഹു മറുപടി കേട്ടിട്ട് പറയുന്നു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ എന്റെ ധാരണ നന്നാക്കി തന്ന റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. ഈ സഈദ് ബിൻ ആമിർ തങ്ങളെ പറ്റി ഞാൻ നല്ല ധാരണയിലാണ്, നല്ല വിശ്വാസത്തിലാണ്. എന്റെ വിശ്വാസവും ധാരണയും നീ നന്നാക്കി തന്നല്ലോ, നിനക്കാണ് സർവസ്തുതിയും. രാത്രി മുഴുവനും ഖാലിഖായ റബ്ബിലേക്ക് തിരിച്ചതുകൊണ്ട് ജനങ്ങൾക്ക് മുഖം കൊടുക്കാനോ അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഞാൻ പുറത്തു വരാറില്ല. വിഷയം കേട്ടു നോക്കുമ്പോ പിന്നെ സഹോദരങ്ങളെ, അവർക്കും തന്നെ അങ്ങനെ തന്നെയല്ലേ, പരാതിയില്ല. ജനങ്ങൾ ശക്തമായി കേട്ടല്ലോ, രാത്രി ഉറങ്ങാൻ വേണ്ടി സമയം കളയല്ല, വിശ്രമത്തിന് വേണ്ടി സമയം ബാക്കി വെച്ചതല്ല. പകല് മുഴുവനും ഖൽഖിന്റെ കൂടെയല്ലേ, ചുരുങ്ങിയ സമയമല്ലേ എനിക്ക് ഫർദ് നിസ്കാരത്തിനും സുന്നത്തിനും കിട്ടിയത്. രാത്രി ഏറെ സമയം കിട്ടിയപ്പോ ഞാൻ മുഴുവനും അങ്ങനെ നീക്കി വെച്ചതാണ്. അടിമകളെ കൂട്ടത്തിലും അങ്ങനെ നയം പറഞ്ഞ് ജീവിച്ചവരുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇമാം ഖല്ലൂബി റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്ന ചരിത്രങ്ങളിൽ കാണാം, ഒരു യജമാനൻ ചന്തയിൽ പോയി അടിമയെ വാങ്ങി.
അടിമ പറയുന്നു, യജമാനരെ 3 ഷർത്ത് പാലിക്കുകയാണെങ്കിൽ, 3 നിബന്ധന പാലിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ വരാം. പറഞ്ഞോളൂ 3 നിബന്ധന. ഒന്നാമത്തെ നിബന്ധന, നിസ്കാരത്തിന്റെ സമയമായാൽ ഞാൻ നിസ്കരിക്കാൻ തുടങ്ങും, അതിൽ എന്നെ നിങ്ങൾ തടയരുത്. ളുഹർ ബാങ്ക് കൊടുക്കുമ്പോ ഞാൻ പെട്ടെന്ന് എന്റെ ഉളു എടുത്ത് നിസ്കാരത്തിൽ പ്രവേശിക്കും. ഞാനൊരു അടിമയല്ലേ, നീ ഇപ്പൊ തന്നെ നിസ്കരിക്കണോന്ന് നിങ്ങൾ ചോദിക്കരുത്. അസറായാലും ഞാൻ അങ്ങനെ ചെയ്യും. സമയമായാൽ ഉടനെ ഞാൻ നിസ്കരിക്കും. എന്നെ നിങ്ങൾ തടയാൻ പാടില്ല. രണ്ടാമത്തെ ഷർത്ത് എന്താണെന്നറിയോ? രാത്രി സമയം നിങ്ങൾ എനിക്ക് ഖിദ്മത്ത് തരരുത്. പകല് സമയമേ എന്നെ ഖിദ്മത്ത് എടുപ്പിക്കാവൂ. രാത്രി സമയം നിങ്ങൾ എനിക്ക് ഫ്രീ ആക്കി തരണം. മൂന്നാമത്തെ കാര്യം പറയുന്നത്, സുബ്ഹാനല്ലാഹ്, നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ആ അടിമ പറയുന്നു വാങ്ങുന്ന യജമാനരോട്, അതേ നിങ്ങൾ എനിക്ക് വേണ്ടി തയ്യാർ ചെയ്യുന്ന റൂമില്ലേ, എനിക്ക് വേണ്ടി തരുന്ന സൗകര്യപ്പെടുന്ന റൂമില്ലേ, ആ റൂമിലേക്ക് നിങ്ങൾ ആരും കടക്കാൻ പാടില്ല. എനിക്ക് നിങ്ങൾ തരുന്ന റൂമില്ലേ, ആ റൂമിൽ ഞാൻ സ്വന്തമാണ്. എനിക്ക് ഭാര്യയില്ല, പക്ഷേ നിങ്ങളാരും അവിടെ വരാൻ പാടില്ല. അത് ഇന്നത്തെ കാലത്തെ ഷർത്താണെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും അവർക്ക് സിനിമ കാണാനാണ്. ഇത് പഴയ കാലത്ത് അതിന് ഒപ്പില്ലല്ലോ. അന്ന് പിന്നെ ആ ഒരു വകുപ്പില്ലല്ലോ അങ്ങനെ ചിന്തിക്കാൻ. അപ്പൊ ആ യജമാനൻ പറഞ്ഞു, വീട്ടിലെത്തിയപ്പോ ഇഷ്ടമുള്ള റൂം നോക്കിയിട്ട് സെലക്ട് ചെയ്തോ. അപ്പൊ അടിമ അങ്ങനെ പോയിട്ട് ആരും ഉപയോഗിക്കാത്ത റൂമുണ്ട്, ആരും അവിടെ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിച്ചവന്റെ കട്ടിൽ എന്തൊക്കെ ഉണ്ടാവും, ഖറാബായി കിടക്കുന്ന റൂമാ. എനിക്ക് ഈ റൂം മതി എന്നാണ്. പടച്ചോനെ, യജമാനൻ ചിന്തിച്ചു, ഇതെന്താ അടിമയെ പടച്ചോനെ, സൗകര്യമുള്ള റൂം തിരഞ്ഞെടുക്കുന്നതിന് പകരം ഈ ഖറാബായിട്ട് ശൂന്യമായി കിടക്കുന്ന റൂം, അതാരും ഉപയോഗിക്കാത്ത തന്നെ വേണ്ടത്. അങ്ങനെ ഉപയോഗിക്കാത്താവുമ്പോ പിന്നെ അവിടെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഉപയോഗിച്ചവനാവുമ്പോ ഓന്റെ ദുർഗതിയൊക്കെ അവിടെ ഉണ്ടാവും, പിന്നെ അത് മനുഷ്യനെ ഏൽക്കണ്ടേ. ചില മഹാന്മാരൊക്കെ മക്കളോട് പറഞ്ഞു, മക്കളെ, ബാപ്പ ഈ റൂമിൽ കിടന്ന് മരിക്കുന്നോണ്ട് നിങ്ങൾക്ക് ആർക്കും വിഷമം തോന്നരുത്. ഇക്കിടക്കുന്ന കട്ടിലിൽ, ബാപ്പ ഈ മരിക്കാൻ കിടക്കുന്ന കട്ടിലിൽ വെച്ച് 5000 ഖത്മ് ഓതിയിട്ടാണ് ബാപ്പ ഈ കട്ടിലിൽ മൂത്താകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും വിഷമം തോന്നണ്ട. ആ റൂമിലൊക്കെ പോയി ഇരുന്നാൽ തന്നെ എവിടെത്തും നമ്മള്. 5000 ഖത്മ് ഓതി ഒരു കട്ടില്, ഒരു റൂമൊക്കെ ആണെങ്കിൽ എന്താണ് അതിന്റെ സൗന്ദര്യം. സുബ്ഹാനല്ലാഹ്, എന്താണ് ആ റൂമിന്റെ ബഹുമാനം. അപ്പൊ ആ യജമാനനോട് അടിമ പറയാണ്, ഖറാബായി കിടക്കുന്ന റൂമാണ് എനിക്ക് വേണ്ടത്, അതാണ് പരിപാലിക്കാൻ നല്ലത്. മറ്റൊരാള് താമസിച്ച റൂമാകുമ്പോ എന്തൊക്കെ അയാൾ അവിടെ ചെയ്തു എന്ന് പറയാൻ പറ്റൂലല്ലോ, എന്തൊക്കെ പൊരുത്തക്കേട് സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് താമസിക്കാത്ത റൂം മതി, താമസിച്ച റൂം വേണ്ട. അയാൾ പറഞ്ഞ 3 നിബന്ധനകളും അംഗീകരിച്ചു. പകല് സമയത്ത് മാത്രമേ ഡ്യൂട്ടിയുള്ളൂ. പകല് സമയം തന്നെ വാങ്കങ്ങ് കേട്ടാൽ അടിമ പോയി പണി നിർത്തിപ്പോയി. അടിമനെങ്ങനെ കണ്ടിട്ട് യജമാനൻ ചിന്തിക്കാണ്, പടച്ചോനെ, ഒരു നയാ പൈസക്ക് വകുപ്പില്ലാത്തൊരു മനുഷ്യൻ. പാങ്കണ്ട് കൊടുക്കുമ്പോഴേക്ക് അയാൾ കണ്ടില്ലേ, പണി മതിയാക്കി കയ്യും കാലും തേച്ച് കഴുകി നിസ്കരിച്ചു. ഇത് നേരത്തെ വെച്ച കണ്ടീഷനാണ്, തടയരുത്, തടയില്ലല്ലോ. റൂമിലേക്ക് ആരും കയറരുത് എന്നല്ലേ പിന്നെ പറഞ്ഞത്. അങ്ങനെ ഈ യജമാനൻ, ഇയാള് രാത്രിയൊക്കെ നല്ലോണം കുടിച്ച് പാട്ടൊക്കെ കേട്ട് അങ്ങനെ ആ മസ്തിലൊക്കെ ഇങ്ങനെ ഉറങ്ങണ ആളാ. ഒന്നിങ്ങനെ കുടിച്ചുമ്പോ അപ്പുറത്തുള്ള ആൾ പാട്ടൊക്കെ ഇങ്ങനെ പാടും. അതിന് പറ്റിയ അടിമ സ്ത്രീകൾ വേറെ ഉണ്ട്, അർദ്ധനഗ്നകളായ പെൺകുട്ടികളുണ്ട്. അവരിങ്ങനെ പാട്ട് പാടി ഇയാളങ്ങനെ ഉല്ലസിപ്പിച്ച് അങ്ങനെ അയാളങ്ങ് മയങ്ങി ഉറങ്ങും. ഒരു ദിവസം അയാളിങ്ങനെ വീടിന്റെ റൂമിലൂടെ ഇങ്ങനെ നടക്കുമ്പോ ഈ അടിമ താമസിക്കുന്ന റൂമില് വല്ലാത്തൊരു പ്രകാശം. മുകൾ ഭാഗത്ത് നിന്ന് ആ റൂമിന്റെ മേൽക്കൂര തുറന്ന് അതിലൂടെ ഒരു വിളക്കിങ്ങനെ, ഫൈദൻ അൽ ഖിന്ദിയിൽ, ഒരു കിണാതി, ഒരു വിളക്കിങ്ങനെ, പ്രകാശിക്കുന്ന വിളക്കിങ്ങനെ താഴോട്ട് വരിക. ഇദ്ദേഹത്തിന്റെ നേർക്ക് ആ വിളക്ക് വന്നിട്ട് പ്രകാശം ഇങ്ങനെ അടിച്ച് വീശാണ്. സുബ്ഹാനല്ലാഹ്, റൂമിലേക്ക് കടക്കരുത് എന്നല്ലേ പറഞ്ഞത്, കടക്കാൻ പാടില്ലല്ലോ, നിബന്ധന പാലിക്കണ്ടേ. അടിമങ്ങോട്ട് വെച്ച ഷർത്താണല്ലോ, അതുമാണല്ലോ പാലിക്കും.
പതുക്കെ ആ റൂമിന്റെ വാതിലൊന്ന് പതുക്കെ തുറന്നു. പതുക്കെ തുറന്നു നോക്കുമ്പോ ഈ അടിമ സുജൂദിലാണ്. നെറ്റി വെച്ചിട്ട് പറയാണ്, ഇലാഹി, അല്ലാഹുവേ, എന്റെ സയ്യിദ് പകലിൽ എന്നെ കൊണ്ട് ജോലി എടുപ്പിച്ചു, രാത്രി മാത്രമേ ഇങ്ങനെ എനിക്ക് സമയം കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് അല്ലാ, പകലിൽ ഇങ്ങനെ നെറ്റിവെക്കാനും നിന്റെ മുന്നിൽ ശുക്ർ ചെയ്യാനും സമയം എനിക്ക് കൂടുതൽ കിട്ടാത്തത് കൊണ്ട് എന്റെ ഉദ്ർ നീ സ്വീകരിക്കണേ അല്ലാ. യജമാനന്റെ ശുഗലില്ലായിരുന്നെങ്കിൽ എന്റെ പകലും ഞാൻ നിനക്ക് ഫുള്ളായി നീക്കി വെക്കുമായിരുന്നു. ഇത് സുജൂദിൽ ഇങ്ങനെ കിടന്നിട്ട് നെറ്റിവെച്ചിട്ട് അടിമ അല്ലാഹുവിനോട് പറയുന്ന ഭാഷയാണ്. യജമാനൻ കണ്ടു വല്ലാത്ത വെളിച്ചം. റബ്ബേ, സുബിഹി വരെ, സുബിഹിന്റെ സമയമാകുന്നത് വരെ ആ മുകളിൽ നിന്ന് തായോട്ടി ഇറങ്ങി വന്ന പ്രകാശം സ്ഫുരിക്കുന്ന വിളക്ക്, എന്തൊരു വിളക്കാണ്! ഖറാബായി കടന്നിരുന്ന റൂം കണ്ടില്ലേ? ഇബാദത്ത് കൊണ്ട് എത്ര പെട്ടെന്നാണ് പരിപാലനം സൃഷ്ടിച്ചത്. അങ്ങനെ സുബിഹി വരെ യജമാനൻ റൂമിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. സുബിഹി അങ്ങ് ആയപ്പോ, ഫജറങ്ങായപ്പോ അദ്ദേഹം സുജൂദിൽ നിന്ന് നെറ്റിയെടുത്തു, അത്തഹിയാത്തിലിരുന്ന് സലാം വീട്ടി. ഉടനെ തന്നെ ഈ വിളക്കങ്ങോട്ട് മേലോട്ടുയർന്നു പോവുകയും തുറന്നിരുന്ന മേൽക്കൂരയുടെ ഭാഗം കൂടി വരികയും ചെയ്തു. പിന്നെ നോക്കുമ്പോ അവിടെ ഒരു അടയാളവും കാണാനില്ല. രാത്രി മുഴുവനും ഖാലിഖായ റബ്ബിന് ചെലവഴിച്ചിട്ട് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ, ഇങ്ങനെ രാപ്പാർക്കുന്ന മഹാന്മാരുണ്ട്. സഹോദരങ്ങളെ, മുഴുവനായും നമ്മളെ കൊണ്ട് കഴിയില്ല, നമ്മൾ ദുർബലരാണ്. ഉറക്കമൊഴിച്ചാൽ തന്നെ നമുക്ക് ക്ഷീണമാണ്. ഭാഗികമായ ഒരു 4-3 മണിക്കൂറോ അതിനും ഒരു പക്ഷേ കഴിഞ്ഞില്ലെന്ന് വരാം. എന്നാലും സൈനുദ്ദീൻ മഖ്ദൂമ് തങ്ങൾ പറഞ്ഞതുപോലെ ഫലറകഅതാനി മിനസ്സലാത്തി ബിലൈലത്തിൻ കൻസും ബിദാരിൽ ഖുൽദി അദ്വമ അംബലാ ഫസ്തക്തിറന്ന മിനൽ കുനൂസി ലിഫഖത്തിൻ തഅതി അലൈക വലാ നസീബ വലാ വലാ. ഒരു കൂട്ടുകാരനും കൈപിടിക്കാൻ വരാത്ത, ഒരു കുടുംബത്തിൽ അത്താണിയും പിന്നാലെ വന്ന് സഹായം വേണോന്ന് ചോദിക്കാത്ത യൗമുൽ ഫാഖാ, ദാരിദ്ര്യം പിടിച്ചൊരു ദിവസമുണ്ട്. ഖിയാമത്ത് നാളിന് അങ്ങനെ ഒരു പേരുണ്ട്, യൗമുൽ ഫാഖാ. വല്ലാത്ത ദാരിദ്ര്യം പിടിച്ച ദിവസം, ഒരുപാട് സമ്പത്ത് വേണമെന്ന് ചിന്തിക്കുന്ന ദിവസം, രക്ഷപ്പെടാൻ ഒരുപാട് നിധി വേണമെന്ന് ചിന്തിക്കുന്ന ദിവസം. ആ ദിവസത്തേക്ക് വേണ്ടി ധാരാളം നിധി നീ ഇവിടെ വെച്ച് ശേഖരിച്ചോ. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന 2 റക്അത്ത് കൻസുൻ, അത് നിധിയാണ്. ബിദാരിൽ ഖുൽദി അദ്വമ അംബലാ, ശാശ്വതമായി പോകാനുള്ള പരലോകത്ത് ഒരിക്കലും തകരാതെ, ഒരിക്കലും കുറവില്ലാതെ നല്ലോണം നിലനിൽക്കുന്നൊരു നിധിയാണ്. അത്തരത്തിലുള്ള നിധികൾ ഒരുപാട് ശേഖരിച്ചോ. ഇപ്പോഴുമില്ലേ 50 കൊല്ലം ജീവിച്ച ഉലമാക്കൾ നമ്മുടെ കേരളത്തിലില്ലേ ദർസ് നടത്തുന്നവര്? അള്ളാഹുവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. സഹോദരങ്ങളെ, രാത്രി സമയത്ത് അവര് കിടന്നുറങ്ങിയിട്ട് സുബഹിന്റെ മുമ്പ് 1.5 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് 2, 3, 4, 5 റക്അത്തല്ല 11 റക്അത്ത് വിത്ർ നിസ്കരിച്ച് ഇസ്തിഗ്ഫാറും ദുആവും ഒക്കെ നടത്തിയിട്ട് ഖുർആൻ ഓതിയിട്ട് ആ സമയം അല്ലാഹുവിന്റെ മാർഗത്തിലായി നീക്കുന്ന ഉലമാക്കളുണ്ട്. പകൽ സമയം അസ്ർ വരെ അവര് ദർസിലാണ്. അസ്ർ കഴിഞ്ഞ് മഗ്രിബ് വരെ കിതാബ് മുത്താല ചെയ്യുകയാണ്. ദീനിന്റെ ഖിദ്മത്തിൽ ശുഗലാവുകയാണ്. ജനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. ജനങ്ങൾക്ക് അതാത് കാലങ്ങളിൽ വേണ്ട സൗകര്യങ്ങൾക്ക് വേണ്ടി പങ്കാളുകയാണ്. നേതൃത്വം കൊടുക്കുകയാണ്. അതിനുവേണ്ടി നയങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. രാത്രിയായാലോ അപ്പോഴും അവർക്ക് ഒഴിവില്ല. അവർ കർമ്മനിരതരാണ്. എന്നാലും സ്വകാര്യമായി സൂക്ഷിക്കുന്ന ഈ നിധി ഒരു തകരാറും വരാതെ സൂക്ഷിക്കുന്ന ഉലമാക്കളുണ്ട്.
പ്രായം ചെന്ന ഉമ്മമാരുണ്ട്, പ്രായം ചെന്ന ഉപ്പമാരുണ്ട്. നമ്മളൊക്കെ നല്ല സുഖലോലുപരായി കഴിഞ്ഞിട്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, സുബ്ഹിന്റെ സമയം വരെ ഉറങ്ങുന്നൊരു ചെറുപ്പക്കാരനെ കാണുമ്പോ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. അജിബ്തു മിൻ ഫതജിബ്തു മിൻ ജിസ്മിൻ വമിൻ സിഹാ. അതേ, ഒരു വലിയ മഹാൻ, ഖുർആൻ മുഴുവനും ഹിഫ്ലാക്കിയ മഹാൻ, ഒരു ദിവസം രാത്രി അദ്ദേഹം നിസ്കരിക്കുന്ന തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയാതെ ഉറങ്ങിപ്പോയിട്ട് സുബ്ഹി അങ്ങ് വെളിവായപ്പോഴാണ് എഴുന്നേറ്റത്. അപ്പോൾ അദ്ദേഹം കേൾക്കുന്ന ഒരു അശരീരി എന്താണെന്നറിയോ? അജിബ്തു മിൻ ജിസ്മിൻ വമിൻ സിഹാ. ഈ നല്ല ബോഡിയെ പറ്റി ഞാൻ കൗതുകപ്പെടുന്നു, നല്ല ആരോഗ്യത്തെ പറ്റി ഞാൻ അത്ഭുതപ്പെടുന്നു. വമിൻ ഫതന്നാമ ഇലാ ഫജ്രി. ഫജ്ർ വരെ ഉറങ്ങുന്ന ചെറുപ്പക്കാരനെ പറ്റി ഞാൻ അത്ഭുതപ്പെടുന്നു. വൽ മൗതു ലാ തഅ്മനു ഖതഫാതുഹു. മരണം അതിന്റെ പിടുക്കൽ വന്നാല്, അതിന്റെ റാഞ്ചിക്കൊണ്ട് പോകൽ വന്നാൽ അതിൽ നിന്ന് സുരക്ഷിതത്വമില്ലല്ലോ. രാത്രിന്റെ ഇരുൾ മുറ്റിയ നേരത്ത് മരണം വന്നാലോ പിടിക്കാതെ പോകൂലല്ലോ. പിന്നെങ്ങനെയാണ് സുബ്ഹി വരെ ഉറങ്ങി തീർക്കുന്നത്? എങ്ങനെയാണ് ഖളാഇന്റെ സമയം വരെ മടിയനായി ഉറങ്ങുന്നത്? അതിനു മുമ്പ് തന്നെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നൊരു പതിവുണ്ട്. ഇത് അല്ലാഹ് സ്വീകരിച്ച അടിമകൾക്ക് ഖുർആനിൽ എല്ലാ സ്ഥലത്തും അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് പറയാത്തൊരു സ്വഭാവം കാണൂല. നിങ്ങൾ നോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ അടിമ, ആ അടിമയെ പറ്റിയിട്ട് രണ്ടാമത്തെ ദിവസവും നോക്കാൻ വേണ്ടി രാജാവ് തീരുമാനിക്കാണ്. എന്താണ് അടിമന്റെ സ്വഭാവം എന്നറിയാന്. രണ്ടാമത്തെ രാത്രി അടിമ ഉറങ്ങുണ്ടോന്ന് അറിയാൻ വേണ്ടി അന്ന് രണ്ടാമത്തെ രാത്രി രാജാവ് പിന്നെ ഞാനും തര സംഭാവന അത് നമുക്ക് എല്ലാവർക്കും ഇല്ലേ? എല്ലാവരും കൊടുക്കുന്ന നല്ല സ്വതക്ക, നല്ല സംഭാവന അള്ളാഹുക്ക് കബൂലാക്കി തരട്ടെ. അപ്പോ രണ്ടാമത്തെ ദിവസവും ഈ അടിമന്റെ ഹാൽ എന്താന്ന് അറിയാൻ വേണ്ടി രാജാവ് അങ്ങനെ കാത്തു നിന്നു. ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങിയപ്പോ രാജാവ് എണീറ്റ് പതുക്കെ പോയി നോക്കി. പോയി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, തലേ ദിവസം പോലെ തന്നെ ആ റൂമിലേക്ക് അതാ നല്ല പ്രകാശിക്കുന്ന വിളക്കങ്ങനെ ഇറങ്ങി വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ നേരെ തലക്ക് മുകളിൽ വല്ലാത്ത പ്രകാശമുള്ള ഒരു വിളക്ക്. അങ്ങനത്തെ പ്രകാശിക്കുന്ന ഒരു വിളക്ക് കാണാൻ പറ്റൂല. നമ്മളാരും കത്തിച്ച വിളക്കുമല്ല, ഇത് അല്ലാഹു തആല ഡയറക്റ്റ് ആയി കൊടുക്കുന്ന നൂറാണ്. അത് നിർവചിക്കാൻ നമുക്ക് കഴിയൂല. വല്ലാത്തൊരു വെളിച്ചം. അപ്പോഴും ഞാൻ പതുക്കെ കതക് തുറന്നു നോക്കുമ്പോ തലേ ദിവസം പറഞ്ഞതുപോലെ അടിമ അന്നും പറയുന്നുണ്ട്, പടച്ചോനെ, എന്റെ യജമാനൻ എന്നെ ശുഗലാക്കിയിട്ടാണ് പകല് ഞാൻ ആ ജോലിക്കൊക്കെ നിൽക്കുന്നത്. അതേ, രാത്രി ഞാൻ നിനക്ക് വേണ്ടി നീക്കുന്നത്. എന്റെ ഉദർ സ്വീകരിക്കണേ. യജമാനൻ പതുക്കെ പോയിട്ട് ഭാര്യനെ വിളിച്ചുകൊണ്ടുവന്ന്, പെണ്ണേ ഒന്ന് വന്നു നോക്ക്, ഇതൊരു സാധാരണ വ്യക്തിയല്ല. ആ യജമാനത്തെയും വന്നു നോക്കുന്നു. അടിമയെ കണ്ടിട്ട് അത്ഭുതപ്പെടുന്നു. ഇതൊന്നൊരു അടിമയാണ് റബ്ബേ. അന്നത്തെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞപ്പോ അടിമനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു തന്നു. കാരണം സുജൂദിൽ പറഞ്ഞ പരാതി എന്താണ്? പകൽ സമയം മുഴുവനും ഖിദ്മത്തിലായതുകൊണ്ട് നിന്നിലേക്ക് ഇങ്ങനെ മുഖം തിരിക്കാനോ സുജൂദ് ചെയ്യാനോ കൂടുതൽ എനിക്ക് സാധിക്കുന്നില്ല. ഫർളും ചില്ലറ സുന്നത്തുമല്ലേ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് എന്നെ നീ കുറ്റക്കാരനാക്കരുത്. എന്നോട് എന്തേ ചെയ്യാതിരുന്നെന്ന് നീ ചോദിക്കരുത്. അതുകൊണ്ട് സുഹൃത്തേ, നിന്നെ ഞാൻ അങ്ങ് മോചിപ്പിച്ചു. അപ്പൊ ഈ വിവരം ഞാൻ രാത്രി ഇങ്ങനെ ഇബാദത്ത് എടുക്കുന്നുണ്ട്, രാത്രി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നുള്ള വിവരം എന്റെ യജമാനൻ അറിഞ്ഞല്ലോ എന്നൊരു സങ്കടം മനസ്സിൽ വന്നപ്പോ അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹുവേ, ഞാൻ നിന്നോട് ചോദിച്ചിട്ടില്ലേ എന്റെ രഹസ്യം നീ ആർക്കും വെളിവാക്കരുത് എന്ന്. എന്റെ യജമാനനും യജമാനന്റെ ഭാര്യയും എന്റെ രഹസ്യം അറിഞ്ഞല്ലോ. അതുകൊണ്ട് എനിക്കിനി ദുനിയാവിൽ ജീവിതം വേണ്ട.
ഫഖ്ബിദ്നി ഇലൈക്, എന്നെ നിന്നിലേക്ക് അങ്ങ് പിടിച്ചോ. അല്പനേരം കഴിഞ്ഞപ്പോ അങ്ങ് മൗത്തായി പോയി. അവരങ്ങനെ ആരും അറിയണമെന്നവർക്കില്ല, ആളുകൾ അങ്ങനെ പറയണമെന്നും അവർക്കില്ല. അള്ളാഹിനോട് അവർ വെക്കുന്ന ഷർത്ത് തന്നെ. അങ്ങനെയും ഉണ്ടല്ലോ അഹ്ലുൽ ഖുമൂൽ എന്നൊരു വിഭാഗം ഔലിയാക്കളിൽ. ഖുമൂൽ എന്ന് പറഞ്ഞാൽ അവർ സാധാരണ രൂപത്തിൽ പോലെ നടക്കും, ആരും സീക്രട്ട് അറിയരുത്, അള്ളാഹുവിനുള്ളതാണത്. രഹസ്യമായ ഇബാദത്തും ആ ചോദിക്കലും ആ വിനയവും ആ കരച്ചിലൊക്കെ റബ്ബിനുള്ളതാണ്. ജനങ്ങൾ ആരും അറിയണ്ട, അതാരും പറയണ്ട, അതിന്റെ പേരിൽ ഒന്നും ലഭിക്കണ്ട. അങ്ങനെ ചിന്തിച്ച് ജീവിച്ച അടിമയാണിത്. അതുകൊണ്ട് തന്നെ അതറിഞ്ഞപ്പോ വല്ലാത്ത സങ്കടം വന്നു. അള്ളാഹുവിലേക്ക് അങ്ങ് തിരിച്ചു പോകാൻ വേണ്ടി പ്രാർത്ഥന നടത്തി. ഇവിടെ ഇമാമികൾ പറയുന്നത് നോക്ക് നിങ്ങൾ, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ, രാത്രി മുഴുവനും രാപ്പാർക്ക്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ശൈലിയും കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഇത്തിബായ, നമ്മളോട് വലിയ സ്നേഹമുള്ള നേതാവല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് രാത്രി മുഴുവനായും തങ്ങളെല്ലാ രാത്രി നിസ്കരിക്കാൻ തങ്ങൾക്ക് ആഫിയത്തില്ലാത്തതുകൊണ്ടല്ല, പിന്നെ രാത്രി മുഴുവനായി നിസ്കരിച്ച രാത്രിയുണ്ട്, രാത്രി മുക്കാൽ ഭാഗം നിസ്കരിച്ച രാത്രിയുണ്ട്, പകുതി നിസ്കരിച്ച രാത്രിയുണ്ട്, കാൽഭാഗം നിസ്കരിച്ചതുണ്ട്, മൂന്നിലൊന്ന് നിസ്കരിച്ചതുണ്ട്, കുറഞ്ഞ സമയം നിസ്കരിച്ചതുണ്ട്. എന്തിന്? വിവിധ ആരോഗ്യക്കാരായിരിക്കും, വിവിധ തരക്കാരായിരിക്കും എൻ്റെ ഉമ്മത്തിൽ വരുന്നവര്. ഓരോരുത്തർക്കും എന്നിൽ ഇത്തിബാ ഉണ്ടായിക്കോട്ടെ. എല്ലാ ദിവസവും രാത്രി അങ്ങനെ തങ്ങൾ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂലേ മിക്കവരും? പക്ഷെ എല്ലാവർക്കും അത്തരത്തിലുള്ള ആരോഗ്യം കിട്ടുമോ? അതുകൊണ്ട് തങ്ങളെ ഇത്തിബാ എല്ലാവർക്കും വേണം. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി നിസ്കരിക്കുന്ന സ്വഭാവമുള്ള സ്വഹാബിയെ കണ്ടപ്പോ, ലാ തകുൻ മിസ്ല ഫുലാൻ, ഓ സഹാബി നീ മറ്റാളെ പോലെ ആകരുത്. അയാള് രാത്രി ബഹുജോറ് നിസ്കാരമായിരുന്നു, ഉറങ്ങിയെണീറ്റിട്ട് പിന്നങ്ങ് പൂർണ്ണമായും ഒഴിവാക്കിപ്പോയി. അതുകൊണ്ട് നിന്നെ കൊണ്ട് കഴിയുന്നത് നീ പതിവാക്കുക, നിന്നെ കൊണ്ട് കഴിയുന്നത് നീ പതിവാക്കുക. എല്ലാ ദിവസവും രാത്രി ഫുള്ളായിട്ട് നിസ്കരിക്കുന്ന മഹാനാണ് അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ലാസ് റളിയല്ലാഹു അൻഹു. ആ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ലാസ് തങ്ങളെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ അബ്ദുല്ലാ, രാത്രി മുഴുവനും എന്നതിൽ നിന്ന് നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങളുടെ ശരീരത്തിന്റെ ഹക്ക് നിങ്ങൾ ഓർക്കണം. എന്റെ ശരീരം പോലെ ആഫിയത്ത് നിങ്ങളുടെ ശരീരത്തിനുണ്ട് എന്ന് കരുതരുത്, എന്നെ പോലെ നല്ല കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് വിചാരിക്കരുത്. നിങ്ങളെ ഭാര്യയുണ്ടല്ലോ കൂടെ, നിങ്ങളെ വീട്ടിൽ വരുന്ന അതിഥിയുണ്ടല്ലോ, നിങ്ങളെ മക്കളുണ്ടല്ലോ, നിങ്ങളെ ശരീരമുണ്ടല്ലോ, അതൊക്കെ ആലോചിച്ചിട്ട് മുഴുവനായി നിസ്കരിക്കാതെ രാത്രിന്റെ പകുതിയിലേക്ക് ചുരുക്കണം, രാത്രിന്റെ മൂന്നിലൊന്നിലേക്ക് ചുരുക്കണം. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, നബിയേ ഇന്നി ഉതീഖു അഫ്ളല മിൻ ദാലിക്, അതിനേക്കാൾ അധികം എന്നെ കൊണ്ട് സാധിക്കും, ഞാൻ നല്ല ആരോഗ്യമുള്ള ആളാണ്. എന്നാൽ മൂന്നിൽ 2 ഭാഗം നിസ്കരിച്ചിട്ട് 1 ഭാഗം അങ്ങ് ഉറങ്ങിക്കോളൂ, അതിനേക്കാൾ അധികം സാധിക്കും. എന്നാൽ പകുതി ഉറങ്ങിയിട്ട് പകുതി അങ്ങ് നീച്ച് നിസ്കരിച്ചോളൂ, അതിനേക്കാൾ അധികം സാധിക്കും, അതിനേക്കാൾ അധികം ഒരു അഫ്ളലായത് നിങ്ങൾക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. പ്രായാധിക്യമായപ്പോ പഴയ കാലം പോലെ രാത്രി മുഴുവനായി നിൽക്കാൻ പറ്റുന്നില്ല, പകല് ഫുള്ള് നോമ്പ് നോൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ലാസ് തങ്ങൾ പറയുന്നത്, യാ ലൈതനീ കുന്തു ഖബിൽതു റുഖ്സത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ന് നബി തങ്ങൾ നൽകിയ വിട്ടുവീഴ്ച, ആ ആനുകൂല്യം അന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്നും അത് നടത്തി പോരാൻ പറ്റുമല്ലോ. അതുകൊണ്ട് എന്നോട് കഴിയുന്ന പരമാവധി തങ്ങൾ പറഞ്ഞു, വിഭാഗത്തിലേക്കുള്ള താല്പര്യം കൊണ്ട് ഞാൻ അതൊക്കെ കഴിയുമെന്ന് തീവ്രമായിട്ട് തന്നെ തങ്ങളോട് പറഞ്ഞു. ധിക്കാരം കൊണ്ട് പറഞ്ഞതല്ല, വിവാദത്തിലേക്കുള്ള താല്പര്യം കൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ അന്ന് ആ തങ്ങൾ തന്ന ഇളവ് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്നും നല്ല സന്തോഷത്തോടെ അതങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയിരുന്നു. ഇന്ന് എനിക്ക് അങ്ങനെ കഴിയുന്നില്ല, തുടരെയായിട്ട് നോമ്പ് നോൽക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം നോമ്പ് നോറ്റാൽ സുന്നത്ത് നോമ്പ് പറ്റാ, പിറ്റേ ദിവസം അതിന്റെ ക്ഷീണം മാറ്റണം,
പിന്നെ ക്ഷീണം മാറ്റിയിട്ട് വേണം പിറ്റത്തെ ദിവസം നോൽക്കാൻ, അങ്ങനെ കഴിയുന്നുള്ളൂ. അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞിരുന്നത്, നിങ്ങൾ ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ നോമ്പ് നോറ്റോളൂ, അതാണ് സുന്നത്ത് നോമ്പിന്റെ കൂട്ടത്തിൽ അല്ലാഹു തആലാക്ക് ഇഷ്ടപ്പെട്ട നോമ്പ്. ഫഇന്നഹു കാന യസൂമു യൗമൻ വയുഫ്തിറു യൗമൻ, ഒരു ദിവസം നോമ്പ് നോൽക്കും, രണ്ടാമത്തെ ദിവസം നോമ്പ് ഉണ്ടാവില്ല. അപ്പൊ കുറച്ച് നല്ല ആരോഗ്യം, കുറച്ച് ഭക്ഷണം കഴിച്ച് നല്ല സന്തോഷമൊക്കെ കിട്ടും. പിറ്റേ ദിവസം പിന്നെ നോമ്പ് നോൽക്കും, പിറ്റേ ദിവസം നോമ്പ് ഒഴിവാക്കും. ഞാൻ അതിലപ്പുറം സ്വീകരിച്ചത് തീവ്രമായ അമലിനോടുള്ള അനുരാഗം കൊണ്ടാണ്. പക്ഷെ അന്ന് അങ്ങനെ പറഞ്ഞ് സ്വീകരിച്ചാൽ മതിയായിരുന്നു എന്ന് പിന്നീട് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, നമ്മളെ കൊണ്ട് കഴിയുന്ന ശൈലി ഒരു 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ വേണ്ട ഉറക്കം ഉറങ്ങിയിട്ട് സുഗമമായിട്ട് സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റ് ഉമ്മമാര് സജീവമാര് വീട് സജീവമാക്കണം. നല്ല ബറക്കത്തുള്ള സ്വാലിഹീങ്ങൾ വന്ന് താമസിക്കുന്ന, സുബ്ഹിന്റെ തഹജ്ജുദിന്റെ നേരത്ത് മലക്കുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന വീടാകണം നമ്മളെ വീട്. വലിയ സൗകര്യം അല്ലാഹു തന്നിട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോക്ക്, ചുരുങ്ങിയ സൗകര്യമുള്ള മുറിയിലാണ് താമസിച്ചത്. ദുന്യാവിന്റെ വലുപ്പത്രയുള്ളൂ എന്ന് മനസ്സിലാക്കി തരാനാണ്. ഇഷ്ടം പോലെ കഴിയാത്തോണ്ടല്ല, വീട് വെക്കാൻ കഴിവില്ലാത്തോണ്ടല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ചില മനുഷ്യന്മാര് വിചാരിക്കും നബി തങ്ങൾ അല്ലാഹുമ്മ അഹീനി മിസ്കീനാന്ന് ദ്വാരക്കുമ്പോ നബി തങ്ങൾ വളരെ പാവയെന്ന്, ഒന്നുമില്ലാത്ത ആളെന്നും. അങ്ങനല്ല അതിന്റെ അർത്ഥം. അല്ലാഹുമ്മ അഹീനി മിസ്കീന, അല്ലാഹുവേ എനിക്ക് മനസ്സിന് നല്ല സമാധാനമുള്ള ആളായിട്ട് എന്നെ നീ ജീവിപ്പിക്കണം. മിസ്കീന്മാരെ മനസ്സിന് നല്ല സമാധാനമുണ്ട്, അതുപോലെ എന്റെ മനസ്സിന് നല്ല സമാധാനം തരണം. അവരോട് എനിക്ക് വലിയ സ്നേഹം തരണം. ഇഷ്ടം പോലെ സ്വത്തുണ്ട്, കൊടുത്തിട്ടില്ലേ അല്ലാഹു തആല? ഒരു മലയൊന്നായിട്ട് സ്വർണ്ണമാക്കിയിട്ട് നബി തങ്ങളെ മുന്നിൽ കൊടുത്തില്ലേ? പക്ഷെ തങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. ചോദിച്ചാൽ പിന്നെ കൊടുക്കൂലേ? ഇഷ്ടം പോലെ കൊടുക്കും, വിചാരിച്ചാൽ തന്നെ കിട്ടൂലേ? ദുന്യാവിന്റെ ചെറുപ്പം നമ്മളെ പഠിപ്പിക്കാനാണ് ചെറിയ റൂമിലും ചെറിയ വീട്ടിലും താമസിച്ചത്. വലിയ വീട് നമ്മൾ വെച്ചിട്ട് സുബ്ഹി എങ്ങാനും ഒരു ദിവസം ഖളായി പോയാൽ നമ്മൾ പേടിക്കണം. നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ കേണപേക്ഷ നടത്തി രക്ഷപ്പെടാൻ കഴിയൂലേ എന്ന് നമ്മൾ ചിന്തിക്കണം. സുബ്ഹിന്റെ അപ്പുറം തഹജ്ജുദ് നമ്മൾ പതിവാക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ. അങ്ങനെ സ്വീകരിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെ നിലനിർത്തി തരട്ടെ. ഉമ്മമാരെ, എത്ര മഹദിമാരാണ് ഫുള്ളായി നിസ്കരിച്ചവർ. രാത്രി മുഴുവനായി നിസ്കരിച്ച മഹദിമാരിൽ ഹഫ്സ ബിൻത് സിരീൻ എന്നൊരു മഹദിയെ കേട്ടിട്ടില്ലേ? സിരീൻ റളിയല്ലാഹു അൻഹുവിന്റെ മകള്, ഇബ്നു സിരീൻ തങ്ങളെ പെങ്ങള് ഹഫ്സ ബിൻത് സിരീൻ റളിയല്ലാഹു അൻഹ എല്ലാ രാത്രിയും ഖുർആനിന്റെ പകുതി ഓതുമായിരുന്നു. രാത്രി അത് ഓതിയിട്ട് നിസ്കരിച്ചിരുന്നു. ചിലപ്പോഴൊക്കെ രാത്രി ഇങ്ങനെ മുസല്ലയിൽ വെച്ച് നിസ്കാരം നടക്കുമ്പോ ഫറുബ്ബമാ തുഫിഅൽ മിസ്ബാഹ്, വിളക്കങ്ങ് കെട്ടുപോകും. ഫയുദീഉ ലഹൽ ബൈതു ഹത്താ തുസ്ബിഹ, ആരും വിളക്ക് കത്തിക്കാതെ തന്നെ വീട് മുഴുവനും സുബ്ഹി വരെ പ്രകാശിക്കുന്നു. അള്ളാഹുവിന്റെ മുന്നിലല്ലേ ഖുർആൻ ഓതി നിൽക്കുന്നത്? ഖുർആൻ ഓതി നിൽക്കുന്ന ആൾക്ക് സുജൂദിലേക്ക് വെളിച്ചം കാട്ടിക്കൊടുക്കുന്നത് അള്ളാഹിനെ ഇഷ്ടപ്പെട്ട പണിയല്ലേ? അതുകൊണ്ട് അള്ളാഹിനെ ഇഷ്ടപ്പെട്ട ഹഫ്സ ബിൻത് സിരീൻ റളിയല്ലാഹു അൻഹാ രാത്രി മുഴുവനും ഹയാത്താക്കി നിസ്കരിക്കുമ്പോ വിളക്ക് കെട്ടുപോയാൽ സുബ്ഹി വരെ വീടങ്ങ് പ്രകാശിക്കുന്നു. ബസറക്കാർക്കൊരു പതിവുണ്ട്. മഹാനവറുകളുടെ സഹോദരൻ ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ആ മഹാന് ഖുർആനിൽ വല്ല സംശയവും വന്നാൽ, ഖുർആനിന്റെ തഫ്സീറിൽ വല്ല സംശയവും വന്നാൽ ഉടനെ പറയും ശിഷ്യന്മാരോട്, ഇദ്ഹബൂ ഫസലൂ ഹഫ്സ, ഓത്തിൽ എവിടെങ്കിലും സംശയം വന്നാൽ അവിടെ എങ്ങനെ ഓതണം, ഇവിടെ അങ്ങനെ ഓതണം എന്ന് സംശയം വന്നാൽ നിങ്ങൾ എന്റെ പെങ്ങളെ ഹഫ്സ ബീവിയോട് പോയി ചോദിക്കൂ, എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് ചോദിക്കൂ. വീട്ടിലേക്ക് അവര് വരുമ്പോ ഹഫ്സ ബിൻത് സിരീൻ റളിയല്ലാഹു അൻഹാ ഓതേണ്ട ശൈലിയും അവിടുത്തെ തജ്വീദിന്റെ നിയമവും വശ്യമായി പറഞ്ഞു കൊടുക്കുന്നു. ഉമ്മമാരെ, ഹഫ്സ ബീവിയെ നാളെ കാണണ്ടേ ആഖിറത്തില്? അവരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണ്ടേ? നമ്മൾ വലിയ സുഖമുള്ള വീട്ടിലല്ലേ കഴിയുന്നത്? റബ്ബിനെ മറക്കരുത്. ആ റബ്ബിന് ശുക്രിലായി രാത്രി സമയം ചെലവഴിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൽമിന്റെ മജ്ലിസിൽ വന്നിരിക്കുന്നതും അതിൽപ്പെട്ട സംഗതി തന്നെയാണ്. യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ എന്ന് പറഞ്ഞുകൊടുത്ത് മഹാന്മാര് പറഞ്ഞ തഫ്സീറിൽ കാണാം, രാത്രിയുടെ സമയം അതിനു വേണ്ടി നീക്കി വെക്കാന്ന് പറഞ്ഞാൽ ഇത് രാത്രിയാണല്ലോ. മഗ്രിബിന്റെ ശേഷം ഇശാ വരെ സംസാരിക്കാതെ ദിക്റിലായി മുഴുകുന്ന മഹാന്മാരുണ്ട്. പതിവായി ചൊല്ലുന്ന സബുൽ മുൻജിയാത്തും സൂറത്ത് യാസീനും ചെറിയ സൂറത്തുകളും വല്ലുഹ മുതൽ തായോട്ടും ഒക്കെ ഓതിയിട്ട്
ഇശ വരെ സമയം കണക്കാക്കുന്ന ഒരുപാട് മഹാന്മാരുണ്ട്. അവരും രാപ്പാർക്കുന്നവരിൽ പെട്ടവരാണ്. ഇശാന്റെ ശേഷം ഹദ്ദാദും അതുപോലെ ചില്ലറ ദിക്റുകളുമായി കഴിഞ്ഞ് ഉറങ്ങുന്നതിന്റെ മുമ്പ് അരമണിക്കൂർ 3/4 മണിക്കൂർ അങ്ങനെ ചെലവഴിക്കുന്നവരുണ്ട്. അതും രാപ്പാർക്കുന്നതിൽ പെട്ടതാണ്. 12-1 മണി വരെ ഇൽമുമായി ശുഗലാകുന്ന മുതല്ലിമീങ്ങളുണ്ട്. അവരും രാപ്പാർക്കുന്നവരാണ്. പക്ഷേ ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞതിൽ സുജ്ജദം വ ഖിയാമ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിസ്കാരമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നല്ല അമലുകളെ കൊണ്ട് ശുഗലായിട്ട് രാത്രി നേരം കളയുന്നതിനും ഇതേ മഹത്വം ഉണ്ട്.